ഹലോ. അപ്പോൾ ഇതാ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇന്ന് തിരുവാതിരയാണല്ലോ, അപ്പോൾ തിരുവാതിര എടുക്കുന്നുണ്ട്. തിരുവാതിര എടുക്കണതിൻ്റെ നല്ല ഭർത്താവിനെ കിട്ടാനൊക്കെ പറയും. എൻ്റെ അമ്മൂമ്മയൊക്കെ എങ്ങനെ പറയും, നല്ല ഭർത്താവിനെ കിട്ടാനാണ് തിരുവാതിര എടുക്കണേന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ. അപ്പോൾ നമ്മൾ തിരുവാതിര എടുത്തേക്കാണ്. ഞാൻ എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട്, പറ്റുന്ന സമയത്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ, എല്ലാ പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം ദൈവത്തെ അനുഗ്രഹിച്ച് എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ നമ്മളിതാ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പോകാൻ കേട്ടോ. ഇന്ന് ഗോതമ്പ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കഴിക്കാൻ പാടൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ എന്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണേന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ചന്ദനുണ്ട്. അത് കാറ്റത്ത് ഇങ്ങനെ പറന്ന് പോകാൻ നോക്കുക. അത് പിടിക്കാണ്ട് ഞാൻ വണ്ടിയിൽ വെച്ച് നോക്കിയതാണ്, പക്ഷെ നടക്കണില്ലേ, പറക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ അവിടെ കൂവ കൊടുക്കുന്നുണ്ട്. ഇവിടെ കൂവ കൊടുക്കാമെന്നൊക്കെ പറയുക. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. കൂവ കൊടുക്കിയിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. പപ്പടമൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ് നാളേരൊക്കെ ചെറിയിട്ട് ഉമ്മ ഉണ്ടാക്കും, നല്ല സ്വാദാണേ. അപ്പോൾ അതൊക്കെ കഴിക്കണം. പിന്നെ നമ്മുടെ ഒളിരി അമ്പലത്തിൽ തിരുവാതിരക്കളി ഉണ്ട്. ഞങ്ങളുടെ ടീമിൻ്റെ കഴിഞ്ഞ ഇന്നലെ ഉണ്ടായിരുന്നു. ഒളിരി അമ്പലത്തിലല്ല, അവിൽശ്ശേരി എന്ന് പറഞ്ഞൊരു അമ്പലത്തിലായിരുന്നു, മഹാദേവൻ്റെ അമ്പലത്തിൽ. അവിടെ കഴിഞ്ഞു. ഇന്ന് ഒളിരി അമ്പലത്തിലുണ്ട്. ഞാൻ ഒളിരി അമ്പലത്തിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൂരത്തിൻ്റെ ഒക്കെ. അവിടെ നമുക്ക് തിരുവാതിരക്കളി ഉണ്ട്, അവിടെ പോകണം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഉള്ള വിശേഷങ്ങളും, അമ്മൂമ്മയുടെ അവിടെ പോയിട്ടുള്ള വിശേഷവും, അതുപോലെ പുഴുക്ക് കഴിക്കുന്ന വിശേഷവും, പിന്നെ അമ്പലത്തിലെ തിരുവാതിരക്കളിയുടെയും എല്ലാം ഞാൻ ഈ വ്ളോഗിലൂടെ ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടോളൂ. തിരുവാതിര എടുക്കാത്ത ആൾക്കാർ തിരുവാതിര എടുത്തോളൂ. ഇങ്ങനെ പറയില്ല, നല്ല ഭർത്താക്കന്മാരെ കിട്ടാന്നുള്ള ഒരു ഐതിഹ്യമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭർത്താക്കന്മാർക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ചേച്ചിമാരുണ്ടെങ്കിൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. തിരുവാതിര നോറ്റിട്ട് ഓക്കെ, കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കഴിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കും ചപ്പാത്തിയും. പുഴുക്ക് അമ്മ ഉണ്ടാക്കി വെച്ച് പോയതാണ് കേട്ടോ. അടിപൊളി ചുപ്പ. അപ്പോൾ നമ്മളിത് അമ്മൂമ്മേടെ എടുത്തിട്ടുണ്ട് കൂവ കുറുക്കിയത് കഴിക്കാൻ. നല്ല കാറ്റാണ് കേട്ടോ. അപ്പം ഞാൻ വലിയ മോടിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ച്. നാളെ വീഴു തലയിലേക്ക്. അമ്മൂമ്മ അവിടെ ആണ് കൂവ കുറുക്കിയത് കണ്ടില്ലേ. ഇതിലെന്തൊക്കെ ഇട്ടാണ് അമ്മൂമ്മ? നാളികേരം ശർക്കരയും ചെറുകിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കിട്ടണേ മുങ്ങി തപ്പണ്ട് വരൂ. നമ്മൾ ഞാൻ അടുത്തത് പപ്പടം കാച്ചാൻ പോവാണ്. പപ്പടം കാച്ചിട്ട് വേണം കൂവ കുറുക്കിയത് കഴിക്കണമെങ്കിൽ. ഒന്ന് ഇളക്ക് നല്ലോണം. എനിക്ക് കുറച്ച് മതി അമ്മൂമ്മ. ഇളക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാം. വേണ്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ പോവാനായിട്ട് പാത്രത്തിൽ ഇളക്കി വെക്കാം. ഓക്കെ, ഞാൻ എഴുതിയതാട്ടാ. ഓക്കെ, കുറച്ച് കഴിക്കട്ടെ ഗൈസ്. അവിടെ ആരാ പാത്രമൊക്കെ ഇതാക്കണേ? ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും വേണമെന്ന് പറയും. ഓ പറയൂ, ഒരു പ്രാവശ്യം കഴിച്ച പിന്നെയും വേണം. അതില് മകരം നോക്കുന്നു ശാരദയെന്ന്. അമ്മ നോക്കി തന്നെ പണി കഴിഞ്ഞ് വരുമ്പോ അതിനോട് നാളെ എന്റെ കുട്ടി ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണ്. എനിക്ക് വയ്യ, ഞാൻ കിടക്കാൻ കുട്ടിയുടെ അപ്പക്കാണ് ഒരു ശബ്ദം കേട്ടത്. ഞാൻ നാളെ ഇന്നലെ പൊതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നല്ല, ഇന്നലെ ഞാൻ പൊതിച്ചു വെച്ചു. എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് കേട്ടമ്മ സ്പൂൺ എന്നാ കുറച്ച് മതി. നമുക്ക് കഴിക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മൾ എന്തോമ്മ കൂവ കുറുക്കിയിട്ട് കഴിക്കാൻ പോവാണ്. പപ്പടുണ്ട്, കൂവയുണ്ട്, അതിൽ മിക്സ് ചെയ്യുക. ചൂടുണ്ട് കേട്ടോ ഗൈസ്. മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവും നല്ല ടേസ്റ്റ്. അടിപൊളി. കറക്റ്റ് മധുര അമ്മൂമ്മ, കറക്റ്റ് മധുര. ഇല്ലല്ലേ കറക്റ്റാ. അങ്ങനെ പറഞ്ഞൂല കുട്ടിയെ. മറ്റുള്ള ഒരാൾ പറഞ്ഞു വെള്ളമായിട്ടുണ്ടാക്കാനേ കൂവ വെള്ളമായിട്ടുണ്ടാക്കിയ കാര്യം മുലുമയൂലേ. അപ്പൊ അടിപൊളിയായിട്ട് അമ്മ കൂവ കുറുക്കിട്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ എന്റെ ഭർത്താനായിട്ട് ചത്തിറങ്ങണ മനുഷ്യൻ തല പൊക്കും. അങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ചൂടാ. നല്ല ചൂടുണ്ടെന്ന് ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണ്. വേണ്ട പുഴുക്കുണ്ടാക്കാനുള്ള കഷ്ടം ഇന്നലെ പറഞ്ഞു. ഞാൻ പേടിയൊന്നും സാധനങ്ങൾ വെച്ച് പുഴുക്കുണ്ടാക്കാൻ എനിക്ക് അതിങ്ങനെ സഹായം വേണം. നാളേരം പിന്നെയും ചെറുകാലൊക്കെ ബുദ്ധിമുട്ടാണ്. അമ്മ ചെറിക്കുന്നില്ലേ നാളേരം? പുഴുക്കുണ്ടാക്കുന്ന സാധനങ്ങൾ കടയിൽ വെച്ചിട്ടുണ്ടേ. നന്നായി. പുഴുക്ക് വേണ്ടെന്ന് വെച്ചാൽ വൈകുന്നേരം അമ്മോട് ഉണ്ടാക്കി അമ്മയ്ക്ക് പണി കൊടുത്തു. അമ്മ എന്തൊക്കെ ഉണ്ടാക്കിണ്ട് കൊള്ളിയൊക്കെ വെച്ചിട്ട്. പാവടെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. വയറ് നാവുണ്ടല്ലോ, എത്ര വീട്ടില് പണി വരും. നമ്മളങ്ങനെ കൂവ കുറുക്കിയതൊക്കെ കഴിച്ചു. അമ്മൂമ്മയുടെ അവിടെ നിന്ന് കൂവ കുറുക്കി പാത്രത്തിലാക്കി കൊണ്ടുപോകാൻ നമ്മൾ. അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകാണ്. ഇനിയിപ്പോൾ അയൺ ചെയ്യാൻ പോകണം. എനിക്കിന്ന് തിരുവാതിരക്കളി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡ്രസ്സൊന്നും എനിക്ക് അയൺ ചെയ്യണം. അതിന് പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതാ തിരുവാതിരയ്ക്ക് പോകാനായിട്ട്
ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുടി ഇങ്ങനെ കെട്ടിയാൽ മതിയോ അതോ ഉള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. ഉള്ളിൽ ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വരാട്ടോ. ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടത് അവിടെ നിന്ന് വന്നത്. അമ്മൂമ്മ ഹായ് പറയോ, ഹായ് പറയോ യൂട്യൂബ് ചാനലിലേക്കാ. അയ്യോ പൊടി പെണ്ണ് അവിടെ നിന്നു. ഇത് നോക്കുക, എൻ്റെ സാന്ദ്ര ഉണ്ടായിരുന്നില്ലേ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട്, അവളുടെ അമ്മൂമ്മയാണ് കേട്ടോ ഇത്. പല്ലൊന്നുമില്ല അല്ലേ, പല്ലുണ്ടാ? പല്ലൊന്നും ഇല്ലാണ്ട് എന്താ ചവക്കിട്ടിട്ട്. ഞാൻ ഒരാൾ കുളിക്കുന്നുണ്ട് കുളിമുറിയിൽ വന്നിട്ടില്ല, എന്നിട്ട് വേണം ഇന്നെ സെറ്റ് മുണ്ട് ഉടുപ്പിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് സെറ്റ് മുണ്ടും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉടുക്കാൻ അറിയില്ല. അപ്പോൾ സാന്ദ്രയുടെ അമ്മയാണ് എന്നെ ഉടുപ്പിക്കാറ്. ഇന്നലെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാന്ദ്രയുടെ അമ്മയായിരുന്നു. അപ്പോൾ ഉടുത്തിട്ട് വരാട്ടോ ഞാൻ. ഓക്കെ, എന്താ സെറ്റ് മുണ്ട് കൊടുത്ത് കഴിഞ്ഞു, അതുപോലെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഞാൻ അമ്മേനെ കാണിച്ചിട്ട് വരാട്ടോ എങ്ങനെ ചോക്കിട്ട് അമ്മോട്. ഓക്കെ ഓക്കെ എന്നുണ്ട് തന്നെ പറ മോളെ. തിരുവാതിര കളിക്ക് പോണു. ആ തിരുവാതിര കളിക്ക് പോണല്ലോ എന്നാ കാണാൻ മഞ്ഞുണ്ട്. അമ്മൂമ്മ അവിടെ അവിടെ ഇല്ലേ? അമ്മമ്മ ഇവിടെ നിന്ന് എവിടേക്കോ പോയി. ഓക്കെ ഗൈസ്, സൂപ്പർ ആയിട്ടില്ലേ പറ? നന്നായിട്ടുണ്ട്. കാണിച്ചേട്ടാ നോക്കട്ടാ തിരിച്ച്. നിങ്ങളെന്താ നിങ്ങൾ പിടിക്കുക നല്ല ഭംഗിയില്ല കാണാൻ. ഓക്കെ നടന്നോളൂ. എന്നാ കാണാൻ അത് പറ. കലക്കിണ്ട്. നിങ്ങൾ നടന്നോ നിമ്മ. ഒരാളൂടെ കളിക്കും. ഒന്നും കൂടി കളിച്ചപ്പോ നമ്മുടെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാട്ടോ ഗൈസ്. കളിക്ക് ആ കളിക്ക് ആ. എന്തായാലും നിങ്ങളുടെ കൈ പൂ കിട്ടിയിട്ടില്ല. നാട്ടിക്കാ നിങ്ങളെ ഞാൻ എന്താ ഇതാണ് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ. ടീച്ചർ മേക്കപ്പ് ചെയ്തിട്ടില്ലാന്നുണ്ട് സുമേച്ചി കിടന്നിട്ട്. ഇതാണ് സാന്ദ്രയുടെ അമ്മ. ഞാൻ പറഞ്ഞില്ല നേരത്തെ കുളിക്കണമെന്ന്. എന്താ കുട്ടി ചിരിക്കി? മേക്കപ്പ് അയ്യോ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ സുന്ദരിയാ. സുന്ദരിയാണുള്ള കമന്റ് ഇടണേ. മേക്കപ്പ് ചെയ്തില്ലെങ്കിലും മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മേക്കപ്പ് ചെയ്യാൻ ഇപ്പോ വട്ടമുകളാണ്. അമ്മൂമ്മനെ കാണിച്ചില്ലേ? ആ പല്ലാത്ത അമ്മൂമ്മ പറഞ്ഞില്ലേ ഞാൻ? അമ്മൂടെ മകൾ അവിടെ ഒരു മോനിക്കുണ്ട്. മോനെ കണ്ടാൽ ഇവരെ ഒരു ഗണത്തിൽപ്പെട്ടതെന്ന് തോന്നില്ല, എന്നാലും തോന്നും. ഇതാണ് സന്ധ്യ. തിരിയു സന്ധ്യമ്മായി വരൂ, എന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മൈലാജി കിട്ടും. മൈലാജി കാണിച്ചിട്ട് ഒരാൾ കാണിച്ചിട്ടുണ്ട്. ഒരുങ്ങിട്ട് നോക്കൂ. എന്നിട്ട് എന്റെ മേക്കപ്പ് കണ്ടാ? ഞാൻ പറഞ്ഞില്ല ഇവിടെ സാധനം കണ്ടാ ഗ്ലോയാ. ഞാൻ ഗ്ലോയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണോ ഗ്ലോ? എല്ലാവർക്കും തരാം ഞാൻ. അങ്ങനെ പൗഡർ നോക്കട്ടെ, കുറച്ച് പൗഡർ ഇട്ടോളൂ. പച്ച പൗഡർ ഉണ്ട്. പൗഡർ അങ്ങനെ കളിച്ച് വയ്യാതായിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉള്ള ഇരിക്കര അമ്മ. അമ്മയുടെ ഫോട്ടോ ആണ് ഞാൻ കാണിക്കണേ. അപ്പോൾ നമ്മുടെ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ലാണ്ട് കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിരുന്ന ആൾക്കാർ കല്ലെടുത്തിരുന്നത് നന്നായി, കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ നമുക്ക് നല്ലൊരു കളിയുണ്ടായിരുന്നു. അതിൻ്റെ അത്ര ഒന്നുമില്ല ഈ ഒരു കളി, എന്നാലും ഇത്രയൊക്കെയുള്ളൂ. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ തിരുവാതിര നോക്കൽ നാളെയും കൂടി കുളിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. Bye guys.